കൊഴുവനാൽ സെന്റ് ജോൺ നെവിൻസ്യാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊഴുവനാൽ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ മെഗാ നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടത്തി. കൊഴുവനാൽ സെന്റ് ജോൺസ് നെവിൻസ്യാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊഴുവനാൽ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തിരുവല്ല അമിത ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് സൗജന്യ കണ്ണട വിതരണവും നടത്തി. PTA പ്രസിഡന്റ് ഷിബു തെക്കേമറ്റത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ കൊഴുവനാൽ സെന്റ് ജോൺസ് നെവിൻസ്യാൻസ് ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാർ ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബെല്ല ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു അബ്രഹാം, ക്ലബ് മാസ്റ്റർ സോണി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ്, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചീഫ് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം, ലയൺസ് സോൺ ചെയർമാൻ ഡൈനോ ജെയിംസ്, ഡോക്ടർ സിമി PG ജഗന്നിവാസ്, ഡോക്ടർ ഹരിദാസ്, കുഞ്ഞിമോൻ പുതിയാത്ത്, സാബു മുകളേൽ, ഗോപു ജഗതിവാസ്, മാത്തുക്കുട്ടി മണിയങ്ങാട് പാറയിൽ, അന്നു ജോർജ്, ജസ്റ്റിൻ ജോസഫ്, ബിബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ 200ഓളം കുട്ടികളും നിരവധി മാതാപിതാക്കളും പങ്കെടുത്തു. കണ്ണട ആവശ്യമുള്ള എല്ലാ കുട്ടികൾക്കും കണ്ണടകൾ സൗജന്യമായി നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള മാതാപിതാക്കൾക്ക് സൗജന്യമായി നടത്തുന്നതുമാണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ റവറൻഡ് ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി, പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ഡോക്ടർ ബെല്ല ജോസഫ്, ഏറെ പ്രിയപ്പെട്ട കൊഴുവനാൽ ലയൺസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു അബ്രഹാം, പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സോണി തോമസ് സാറേ, ബാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജസ്ചേച്ചി, പ്രിയപ്പെട്ട ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി ഗോപു ജഗന്നിവാസ്, ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട സലിച്ചേട്ടന്, കുഞ്ഞോഞ്ചേട്ടന്, അതുപോലെ സാവിച്ചേട്ടന്, മറ്റ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനു ടീച്ചർ ഉൾപ്പെടെയുള്ള മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊഴുവനാൽ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഐ ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. അത് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വളരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് ഐ ക്യാമ്പുകൾ. കുട്ടികൾക്ക് സൗജന്യമായിട്ട് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുകയും ഈ പരിശോധനയിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായിട്ടുള്ള മാതാപിതാക്കൾക്ക് അത് സൗജന്യമായിട്ട്, അവരുടെ BPL-ലാണെങ്കിൽ സൗജന്യമായിട്ടും അല്ലെങ്കിൽ സൗജന്യ റേറ്റിലും നമ്മൾ തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നു. അതുപോലെ ഇപ്പം ഈ വർഷം തന്നെ ഏതാണ്ട് 110 സ്കൂളുകളിലായിട്ട് 3500ഓളം കുട്ടികളുടെ കണ്ണുകൾ പരിശോധിക്കുകയും ഏതാണ്ട് 350ഓളം പേർക്ക് ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യുവാൻ ഈ ഒരു വർഷം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇത് ലയൺസ് ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. നിരവധി പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ് കാഴ്ചവെക്കുന്നുണ്ട്. 3 ജില്ലകളിലായിട്ട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായിട്ട് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കോട്ടയം ഡിസ്ട്രിക്ട് ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും കൊഴുവനാൽ ലയൺസ് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം കൊഴുവനാൽ സ്കൂളിലെ കുട്ടികളിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്തു തരാമോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. മറ്റ് നിരവധി ഈ പ്രാവശ്യം തന്നെ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ നിരവധി ക്യാമ്പുകൾ നടത്തുന്നു, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കൊഴുവനാൽ ക്ലബിനെ സംബന്ധിച്ച് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പ് പ്രവർത്തനം തന്നെയാണ് ഇന്നത്തെ ഈ ക്യാമ്പും. അപ്പോൾ സ്കൂള് ഞങ്ങളോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്ദിയും പറയുന്നു. അപ്പം അതിൻ്റെ PTA പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് ലയൺസ് ക്ലബിനോട് PTA-യുടെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്യാമ്പുകൾ വളരെ വിജയകരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, കൊഴുവനാൽ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കൊഴുവനാൽ സെൻറ്റ് ജോൺ ബംസിയൻ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ചേർന്ന് തിരുവല്ലായി മൈക്രോ സർജറി എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സ്കൂൾ കുട്ടികളുടെ സൗജന്യ കണ്ണട വിതരണം, ഈ സമ്മേളനത്തിന് എല്ലാ പ്രാർത്ഥനകളും ഭാവങ്ങളും അഭിനന്ദനങ്ങളും നേരുകയും ഇവിടെ സോണി സാറ് സൂചിപ്പിച്ചതുപോലെ, ഷിബിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൊഴുവനാൽ ലയൺസ് ക്ലബിനെ ഓർത്ത് വലിയ അഭിമാനമുണ്ട്. ഞാനിവിടെ വന്നേ പിന്നെ ഈ സ്കൂളിലെ പല പരിപാടികളും ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു. സ്കൂളിലെ ഫുട്ബോൾ ക്യാമ്പ്, സൗജന്യ പഠന കിറ്റ് വിതരണം, ഇപ്പോൾ ഈ ക്യാമ്പ്. ഇപ്പോൾ ലയൺസ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് കണ്ണാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലേ. ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്, സമ്മാനം തരും കൃത്യമായിട്ട് പറഞ്ഞു. ചോദ്യം ചോദിക്കട്ടെ? ഏറ്റവും വേഗതയുള്ള ഒരു വസ്തു ഏതാണ്? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു വസ്തു ഏതാണ്? എല്ലാവർക്കും ഉത്തരം അറിയാവുന്നതുകൊണ്ട് വേറൊരു ചോദ്യം ചോദിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായോ? ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര? അത് പറ, കൃത്യം. നിങ്ങൾ സയൻസ് പഠിക്കുന്നവരല്ലേ? 147.54 മില്യൺ കിലോമീറ്റേഴ്സ്. അപ്പം അത്രയും ദൂരമുള്ള സൂര്യനെ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നില്ലേ? അല്ലെങ്കിൽ ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ്? 3,84,000 സംതിങ് 500 കിലോമീറ്റർ ദൂരം. അപ്പം അത്രയും ദൂരമുള്ള ചന്ദ്രനെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നു. ഏറ്റവും വേഗത്തിലുള്ള സഞ്ചരിക്കുന്നത് നമ്മുടെ കാഴ്ചയാണ്. ആ കാഴ്ച നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കണ്ണുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പം ആ കണ്ണിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് നിങ്ങൾ കൂടുതലും പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനേക്കാളും മൊബൈൽ ഫോണായിരിക്കും അല്ലേ? നിങ്ങളുടെ നോട്ട്സുകളെല്ലാം പണ്ടൊക്കെ ഞങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ചെടുത്ത് വീട്ടിൽ പോയി പഠിക്കുമായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്ന അധ്യാപകരും നോട്ട്സ് എല്ലാം വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്ന രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കുട്ടികളും അങ്ങനെ പഠിക്കുന്നത് കാണുന്നു. നമ്മുടെ സ്ക്രീൻ ടൈം കൂടുതലാണ്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമല്ലോ അല്ലേ? ഏത് സ്ക്രീനാണ്? മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് സ്ക്രീനുകൾ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, ഒരു ഡോക്ടർ, നമ്മുടെ മനോരമയിലെ ഒരു ഡോക്ടർ, പേര് ഞാൻ മറന്നുപോയി, പുള്ളി എഴുതിയിരിക്കുന്ന കണ്ണ് എടുക്കൂ ശാന്തമായി, അതായത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞ ഒരു ഫോർമുല നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് കണ്ണിൻ്റെ സംരക്ഷണത്തിന്. 20-20-20 അറിയാമല്ലോ, അതിൻ്റെ കൂടെ ഒരു 20 കൂടെ ഉണ്ട്. അതെങ്ങനെയാണ്? എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് നേരം നോക്കുക. നമ്മുടെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ എപ്പോഴും ഒരു ഇതിൽ തന്നെ 20 മിനിറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുകയാണ്. എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും 20 അടി ദൂരത്തേക്ക് 20 സെക്കൻഡ് നേരം നോക്കുക. അപ്പോൾ കണ്ണിന് റെസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ തലേദിവസം കുത്തിയിരുന്ന് പഠിക്കുന്നവരായിരിക്കും കൂടുതൽ പേര്. അന്നന്ന് തന്നെ പഠിച്ചാൽ പ്രശ്നമില്ല. വീട്ടിൽ എന്നെ എപ്പോഴും അമ്മ ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയാണ്, തലേദിവസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് ഇരുന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൂടുതലും മൊബൈലിലൊക്കെ ഇത് നോക്കി പഠിക്കുമ്പം 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ്, കണ്ണ് നമുക്ക് തന്നത് ആരാ? ദൈവമാണ് അല്ലേ? കണ്ണും നമ്മുടെ ശരീരവും മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ ബൈബിളിലെ പ്രകാരം ഒരു വചനമുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം ഇരുണ്ടു പോകും. അതായത് നമ്മുടെ എല്ലാ തിന്മകളും അത് കടന്നു വരാനുള്ള പ്രധാന ഉറവിടം നമ്മുടെ കണ്ണാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ പാപത്തിലേക്ക്, തിന്മയിലേക്ക് നയിക്കും. ബൈബിളിലും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്.
ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. ആദ്യ മാതാപിതാക്കൾ ഒരു പഴം കണ്ടതുകൊണ്ടാണ് കൗതുകം തോന്നി അത് കഴിച്ച് പാപം ചെയ്തു. അപ്പോൾ കണ്ണ് നമ്മുടെ ദൈവം ദാനമായി നൽകിയ നമ്മുടെ ഈ കണ്ണ് നല്ലത് കാണാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ദൈവവചനം പറയുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും, നന്മയുള്ളവരായിട്ട് നമ്മൾ മാറും. ഈ ഒരു ചെറിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ശ്രീ ഷിബു തെക്കേമറ്റം, ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട റവൻ ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി അച്ഛ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി ജെസ്സി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു എബ്രഹാം, ലയൺസ് ക്ലബ് പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ സോണി സാറ്, ശ്രീ ഗോപു ജഗന്നിവാസ്, ഏറ്റവും പ്രിയപ്പെട്ട ലയൺസ് ക്ലബ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട പേരൻസ്, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞു എങ്കിലും നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ കണ്ണ് പരിശോധിച്ച് എനിക്ക് കണ്ണിന് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ ഉണ്ടെങ്കിൽ കണ്ണാടി വെക്കണോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷ കുറച്ച് പേരുടെ മുഖത്തെങ്കിലും കാണും. കണ്ണിൻ്റെ പ്രാധാന്യവും അത് പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഭൗതികമായിട്ടുള്ള രീതിയിലും അതിൻ്റെ ഒരു ആത്മീയ വശവും എല്ലാം ഇവിടെ പല രീതിയിൽ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ സ്കൂളിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ സ്കൂളിലെ കുട്ടികളാണ്. ആ കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ചയും വളർച്ചയുമാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ലക്ഷ്യം, ഏറ്റവും വലിയ മുതൽക്കൂട്ടും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പുസ്തക വിതരണം അല്ലെങ്കിൽ ലൈബ്രറിക്കുള്ള സംഭാവന എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ വായിച്ചു വളരാനൊക്കെയാണ്. എങ്കിൽ കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കണ്ണിൻ്റെ പരിപാലനത്തിന് ഈ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടെ അങ്ങനെയുള്ള സൗകര്യമാണ് ലയൺസ് ക്ലബ് ഒരുക്കുന്നത്. ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും അതിന് നമ്മുടെ സ്കൂളിനെ പങ്കാളിയാക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ നേതൃത്വത്തോടെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയാനും കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ ഈ കണ്ണടകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാനത് നോട്ടീസിനകത്ത് സൗജന്യമായിട്ടാണ്, തികച്ചും സൗജന്യമായിട്ടാണ്. അത് വളരെ ആശ്വാസപ്രദമായിരിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ആശുപത്രിയിൽ കറക്റ്റ് സമയത്തിന് പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഒരു തിമിര ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്തവരും, തിമിരെന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക പ്രായത്തിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് തിമിരത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകാൻ ആൾ വേണം, അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു സഹായം കിട്ടണം. അതൊക്കെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്ന അതിനുള്ള സാഹചര്യം നമ്മുടെ സ്കൂളിലും നമ്മുടെയും കൂടി പങ്കാളികളാക്കുന്ന ഈ വിലപ്പെട്ട സേവനം ഓർക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധാലുവായിട്ടുള്ള സോണി സാറ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അത് നിങ്ങളോടുള്ള പ്രത്യേക വാത്സല്യവും താല്പര്യവുമാണ് അവിടെ പ്രകടമാകുന്നത്. പിന്നെ ഒരു കാര്യം മാത്രം ഞാനിങ്ങനെ അച്ഛൻ സൂചിപ്പിച്ചതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ വാട്സാപ്പിലൂടെ ഗ്രൂപ്പിലും ഒക്കെ നോട്ടൊക്കെ കൊടുക്കുന്നത് നിർത്തി. കാരണം ഈ കുഞ്ഞുങ്ങൾ തൊട്ട് ഈ കണ്ണ് എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്ന, സത്യം പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഖേദമാണ്. ഓൺലൈൻ പഠനകാലത്ത് ഇതില്ലാത്തവരും കൂടി മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമൊക്കെ ഉണ്ടായി പോയല്ലോ എന്ന് ഓർത്തിട്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. കാരണം കാലഘട്ടം അങ്ങനെയാണ്. എങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ ഒരു 18 വയസ്സിന് ശേഷം നമ്മൾ സ്ക്രീൻ ടൈം, അതായത് ഇങ്ങനെ ഉപയോഗിക്കുന്ന ടൈം കൂടുതൽ ഏത് സമയത്താണേലും നല്ലതല്ല. പക്ഷേ ഈ കൊച്ചു പ്രായത്തിൽ കൂടുതൽ സമയം ഏത് സ്ക്രീനിലും, കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലോ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ച ഒത്തിരി അതിനകത്ത് അഫക്റ്റഡ് ആകുന്നുണ്ട്. ബ്രെയിനുണ്ട്, അതുപോലെ തന്നെ കാഴ്ചയുമുണ്ട്. അപ്പോൾ ആ ഒരു മിനിമം സമയം പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇതിൻ്റെ ഒരു
കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല, പ്രത്യേകിച്ച് നോട്ട് പോലെയുള്ള കാര്യങ്ങളിൽ. അത് ഞാൻ ചുമ്മാ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പേരിലൊക്കെ കൂടുതൽ സമയം ഇരിക്കുന്നവർ കാണും. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാ വിജയാശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷിബു സഖ്യാവറ്റ, ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഫാദർ ജെയിംസ് അണ്ടാശ്ശേരി അച്ഛ, ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ, നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ കുട്ടികൾ ചിലപ്പോൾ ലയൺസ് ക്ലബ്ബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ഈ സാധനം എന്ന് വിചാരിക്കാറുണ്ട്. ലയൺസ് ക്ലബ്ബ് ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ 250ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ മുഖ്യ ഉദ്ദേശം വി സേർവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാൻ സന്നദ്ധരാണ്. എല്ലാ ആളുകളും ഒരേ രീതിയിലല്ല. അപ്പം ഏത് സഹായം ആർക്ക് ആവശ്യമുണ്ടോ അത്തരം സഹായം ചെയ്യാനായിട്ട് സന്നദ്ധരായ ഒരു പറ്റ ആളുകളാണ് ഈ ക്ലബിലുള്ളത്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് ഇപ്പോൾ അതിൻ്റെ ദേശീയ അഖില ലോക പ്രസിഡന്റ്. അപ്പോൾ ഈ വേണ്ടുന്ന സഹായങ്ങളെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്, വീട് ആവശ്യമുള്ള ആളുകൾക്ക്, വളരെ ദുർബലരായ വളരെ വിഷമിക്കുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. കണ്ണ് ആരോഗ്യം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കണ്ണാണ് നമ്മുടെ ഏറ്റവും പ്രധാന അവയവം. കണ്ണാണല്ലോ, നമുക്ക് കാണാനും നടക്കാനും സഞ്ചരിക്കാനും എല്ലാം അത്യാവശ്യമുണ്ട്. അതിന് വേണ്ടുന്ന സഹായം, അതിന് കൂടാതെ വിവിധ ആശുപത്രികൾ, അത് നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര സഹായ സംവിധാനങ്ങൾ ഓരോരുത്തർക്കും എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ലയൺസ് ക്ലബ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അംഗങ്ങൾ, ഈ കൊഴുവനാലുള്ള അംഗങ്ങളെന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അംഗങ്ങൾ നൽകുന്ന സംഭാവനയാണ് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ ഇത്ര ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ഇവിടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിട്ട് സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും വേണ്ടുന്ന ഒരു സഹായം ഇതിലെത്തിക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അത് ഇവിടെ സഹായം തന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർക്കും സ്കൂൾ പ്രിൻസിപ്പാളിനും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ലോകത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഈ സ്കൂൾ പ്രസിഡന്റ് ഷിബു തെക്കേമറ്റ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, കണ്ണുണ്ടായാൽ പോരാ കാരണം, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നിങ്ങനെ നിരവധിയായ വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലയൺസ് ക്ലബ്ബ് പൊതുജനങ്ങൾക്ക് സേവനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ലയൺസ് ക്ലബ്ബ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, കണ്ണിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനായി വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭാവി തലമുറയുടെ വാഗ്ദാനമായ കുഞ്ഞു മക്കളുടെ ആരോഗ്യത്തിനെ പരിരക്ഷിക്കുന്നതിനായി എത്തിയ അവരുടെ ഈ പ്രയത്നത്തിന് നിങ്ങളെ എത്രയും പേരിലുള്ള നന്ദിയും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾ ഓരോ നല്ല രീതിയിൽ ജീവിച്ച് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളേവരെയും ജഗദീശൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നടത്തുന്നു. നന്ദി. കൊഴുവനാൽ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ മഹത്തായ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സൈറ്റ് ഫോർ കിഡ്സ് പരിശോധനാ പരിപാടിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റും
ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഫോർ ബ്ലഡ് ഡൊണേഷൻ ആയ ബഹുമാനപ്പെട്ട ഷിബു തെക്കേമറ്റം അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ സ്കൂളിൻ്റെ അസിസ്റ്റന്റ് മാനേജറും കൊഴുനാൽ ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരിയച്ഛനുമായ റവൻ ഫാദർ ജെയിംസ് ആണ്ടാശ്ശേരി അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾക്ക് അതുല്യമായ പിന്തുണയും സൗഹൃദവും നൽകിയ സെൻറ് ജോൺസ് നെഫ്യൂസിയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊഴുനാലിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബെല്ല ജോസഫ് അവർക്കും നമുക്ക് സ്വാഗതം ആശംസിച്ച ഹെഡ് മാസ്റ്റർ ശ്രീ സോണി തോമസ് സാറിനും നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കും മുഴുവൻ സ്റ്റാഫ് ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു എബ്രഹാം സാറിൻ്റെ സമർപ്പിത പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഈ പരിപാടിയുടെ മനോഹരമായി നടക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച നമ്മുടെ നാളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി ജോർജ് അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ക്യാമ്പിൻ്റെ കാര്യക്ഷമമായ ഏകോപനത്തിനും പ്രവർത്തനങ്ങൾക്കും എന്നും മാർഗനിർദ്ദേശവും പ്രചോദനം നൽകി വരുന്ന ക്ലബിൻ്റെ ട്രഷറർ ഡോക്ടർ ആർത്തി ഹരിദാസ്, ക്ലബിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന MJF ലയൺ PG ജയനിവാസൻ, നമ്മുടെ ക്ലബിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ PA എബ്രഹാം പുതിയാത്ത്, നമ്മുടെ ക്ലബിൻ്റെ ഫസ്റ്റ് VP സാബു മുകളെ എന്ന് തുടങ്ങിയ എല്ലാ ഓഫീസർമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാകാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ തിരുവല്ല മാനേജ്മെന്റിനും സണ്ണി ഡോക്ടറും മുഴുവൻ മെഡിക്കൽ ടീമിനും സമൂഹത്തിന്റെ ആരോഗ്യം മുൻനിർത്തി നൽകിയ സ്നേഹത്തിനും വിദഗ്ധ സേവനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പദ്ധതിയിൽ പങ്കെടുത്ത് ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അർത്ഥവും നൽകിയ എല്ലാ ജനങ്ങളോടും, പ്രത്യേകിച്ച് പരിശോധനയ്ക്കായി ഇവിടെ എത്തിയ കുട്ടികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഭാവിയിലും തുടരുമെന്ന വിശ്വാസത്തോടെ ഒരു വട്ടം കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.